പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ നാട് മുഴുവനും ഒരു തരംഗത്തിലാണ്. ഒരു ജെൻസി കോക്രോച്ച് ജനതാ പാർട്ടി തരംഗമാണ്. ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയ നോക്കിയപ്പോഴാണ് എനിക്ക് കാണാൻ പറ്റിയത്. എപ്പോഴും നമ്മൾ ബോറൻ രാഷ്ട്രീയമൊക്കെ ഒന്ന് മാറേണ്ട സമയം വൈകിയിട്ടുണ്ട്. ജാതിയും മതവും മറ്റേതും അതിൻ്റെ അലമ്പ് വിഷയങ്ങളൊക്കെ പറഞ്ഞുള്ള രാഷ്ട്രീയത്തിൽ നിന്ന് AI യുഗത്തിലെ ന്യൂജൻ രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ സമയം വൈകി എന്നുള്ള ഒരു വലിയ മുന്നറിയിപ്പാണ് ഇന്ന് നമ്മുടെ നാടിൻ്റെ എല്ലാം എന്ന് പറഞ്ഞ ഭരണകൂടത്തെ പോലും വിറപ്പിക്കുന്ന രീതിയിൽ കോക്രോച്ച് ജനതാ പാർട്ടി വെറും 3 ദിവസം കൊണ്ട് മറ്റെല്ലാ ദേശീയ പാർട്ടികളെക്കാളും മറികടക്കുന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയ സപ്പോർട്ടോടെ മുന്നോട്ട് പോകുന്നത്. നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് മാറണം. AI യുഗത്തിൽ നമ്മൾ പഴഞ്ചൻ രീതികളും ആവിഷ്കരിച്ച് നടന്നാലൊന്നും കാര്യങ്ങൾ നടക്കില്ല. മനുഷ്യൻ ഏറ്റവും വലിയ സോഫ്റ്റ്വെയറും മനുഷ്യൻ ഏറ്റവും വലിയ ക്രിയേറ്റിവിറ്റിയുമുള്ളൊരു സംഭവമാണ്. ഇന്നത്തെ ന്യൂ ജനറേഷൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യുഗത്തിൽ അവർക്ക് ജോലി സാധ്യതകൾ ഉണ്ടാക്കി കൊടുക്കുന്നതിലും ആ കാലഘട്ടത്തിനനുസരിച്ച് നീങ്ങാനും ഈ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള പൊളിറ്റിക്കൽ ലാംഗ്വേജ് ഉപയോഗിക്കാനും അതിനനുസരിച്ചുള്ള പ്രവൃത്തികളുമായി മുന്നോട്ട് പോകാനും എല്ലാ ഭരണകൂടങ്ങൾക്കും സാധ്യമാവണം. അല്ലാതെ ബോറൻ അങ്ങോട്ടും ഇങ്ങോട്ട് പാർട്ടി മാറി അങ്ങോട്ട് മാറി ആകെ ചളിയാക്കുന്ന രാഷ്ട്രീയമൊക്കെ ഒന്ന് അവസാനിപ്പിച്ചിട്ട് ഈ ന്യൂജൻ പൊളിറ്റിക്സ് അതിലേക്ക് നീങ്ങാൻ സമയമായി എന്നുള്ളതാണ്. ന്യൂ ജനറേഷനെ നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. അവർക്ക് നല്ല വോയിസ് ഉണ്ട്. ഓൾഡ് ജനറേഷനേക്കാളും 500 ഇരട്ടിയോളം ബുദ്ധിയുള്ളവരാണ് ഈ ജെൻസികൾ എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അവരെ കോക്രോച്ച് എന്ന് കളിയാക്കിയപ്പം കോക്രോച്ചിൻ്റെ ശക്തി നിമിഷ നേരം കൊണ്ട് കാണിച്ചു കൊടുക്കാൻ അവർക്ക് സാധ്യമായിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിലാണ് നമ്മുടെ നാടിൻ്റെ നാളെ കിടക്കുന്നത് എന്ന് നമ്മൾ ബോധ്യമാവണം. ഈ ബോറൻ രാഷ്ട്രീയമൊക്കെ അവസാനിപ്പിച്ചിട്ട് ജനങ്ങളുമായി ബന്ധപ്പെട്ട അവർക്ക് ഉള്ള രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ട സമയം വൈകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതെല്ലാവർക്കും ഒരു മാതൃകയാണ്. കോക്രോച്ച് കേരളത്തിലും വളരുകയാണ്, ഇന്ത്യ ഒന്നാകെ വളരുകയാണ്. അവർക്കും വ്യക്തമായ കാഴ്ചപ്പാടുകൾ വേണം. അവർ തിരിക്കുന്ന കാഴ്ചപ്പാടുകൾ ഈ എന്തിനും അതിനും അങ്ങോട്ടൊക്കെ പാർട്ടി മാറുന്നവരോട് പോലും ആദർശത്തിനേക്കാൾ ഉപരി സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി നിമിഷ നേരം കൊണ്ട് പാർട്ടി മാറുന്ന ആൾക്കാർക്കൊക്കെ വിലക്കേൽപ്പിച്ചു കൊണ്ടുള്ള ന്യൂജൻ രാഷ്ട്രീയം, ഇത് ഇന്നത്തെ ശബ്ദമാണ്. നാളെ നമ്മുടെ നാട് ഭരിക്കാൻ പോകുന്ന ശക്തിയാണ്, മറന്നു പോകരുത്. മനസ്സിലായില്ലേ? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കാഴ്ചപ്പാടുകൾ മാറ്റുക. ജനങ്ങൾക്ക് വേണ്ടി, ഇന്നത്തെ ജനറേഷന് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി ഒക്കെ ഭരണം നടത്തുന്നവരായി മാറട്ടെ എന്ന് ഞാൻ ഓരോ ഭരണകൂടത്തെയും ആശംസിക്കുകയാണ്. ബൈ. ജയ് കോക്രോച്ച് ജനതാ പാർട്ടി.